Hello dears, welcome back to Silent Learning. It's me, Sribhama SB. മക്കളെ എന്തൊക്കെയുണ്ടടാ? എല്ലാരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പവർഫുൾ ആയിട്ടിരിക്കുന്നില്ലേ? USSന്റെ തകൃതിയിലായിരിക്കും അല്ലെ? USSന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊക്കെ നമ്മുടെ ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. ഫുൾ ഓഫ് ടെൻഷൻ ടൈം ആണ് ഇനി അങ്ങോട്ടേക്ക് അല്ലെ? പക്ഷെ ടെൻഷൻ ഒന്നും വേണ്ട, അടിപൊളിയായിട്ട് പഠിക്കാം. കുഞ്ഞു കാര്യങ്ങള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ, വേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പേടിയും വേണ്ട, ക്രിസ്മസ് എക്സാം നമുക്കുള്ളതാണ്. സോ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്, പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യം പഠിച്ച ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ടോപ്പിക് എന്ന് നോക്കാം. ഒരുപാട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിക്കോ. വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? ഉരച്ച ഗ്ലാസ്, തടിപ്പലക, തെളിഞ്ഞ വെള്ളം, എണ്ണ പുരട്ടിയ കടലാസ്, ഗ്ലാസ് ഷീറ്റ്. ഗ്ലാസ്, വുഡൻ ഷീറ്റ്, ക്ലിയർ വാട്ടർ, ഓയിൽ പേപ്പർ, ഗ്ലാസ് ഷീറ്റ്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനെ അനുയോജ്യമായ വിധത്തില് നിങ്ങളോട് കൂട്ടമാക്കാനാ പറഞ്ഞിട്ടുള്ളത്. അതിന് പേര് നിങ്ങൾ തന്നെ കൊടുക്കണം, ഹെഡിങ് നിങ്ങൾ തന്നെ കൊടുക്കണം, അവര് തരില്ല. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഒരു കോമൺ ഫീച്ചർ, എന്താ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ക്ലാസ് പാസ് ചെയ്യുന്ന ഐഡിയ എന്റെ മക്കളാണ് അതിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റുക? നമുക്ക് നോക്കാം അല്ലെ? ദേ പിടിച്ചോ. ഇതിനെ നമുക്ക് എങ്ങനെയാ ക്ലാസ് പാസ് ചെയ്യാൻ പറ്റുക? ഉരച്ച ഗ്ലാസ്, തടിപ്പലക, തെളിഞ്ഞ വെള്ളം, എണ്ണ പുരട്ടിയ കടലാസ്, ഇതൊക്കെ പറയുമ്പോ പ്രകാശമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സാധനമാണ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇതിൽ ചില സാധനങ്ങൾ ലൈറ്റ് കടത്തിവിടും, ചില സാധനങ്ങൾ ലൈറ്റ് കടത്തിവിടില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എങ്ങനെ ക്ലാസ് പാസ് ചെയ്യാൻ പറ്റും. ഇതിനെ സിമ്പിൾ ആയിട്ട് ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പാക് അഥവാ സുതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ പറഞ്ഞ് നമുക്ക് ക്ലാസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ സുതാര്യ വസ്തു പറഞ്ഞ? നിങ്ങളെയൊക്കെ പോലെ എന്താ പറയാ, ഭയങ്കര പാവം പിടിച്ച ആളുകളാ. അവരെന്താ ചെയ്യുന്നേ? കംപ്ലീറ്റ് ലൈറ്റ് വന്നോ, എല്ലാത്തിനെയും ഞാൻ അലോ ചെയ്യാൻ റെഡി ആണെന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ഗേറ്റ് തുറന്നു കൊടുത്ത് എല്ലാവരും കയറി പോവാണെങ്കിൽ അതാണ് നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആളുകൾ. ഒരു സാധനം, ഇപ്പൊ മിസ് ഒരു എന്തെങ്കിലും ഒരു സാധനം പിടിച്ചു, അതിലോട്ട് ലൈറ്റ് അടിച്ചു എന്നുണ്ടെങ്കിൽ ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് വിടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുതാര്യ വസ്തു. അർദ്ധധാര്യ വസ്തു പറയുമ്പോ പേര് തന്നെ ഉണ്ട്, ഹാഫ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമ്മൾ ചില സമയത്ത് ഉണ്ടല്ലോ, എക്സാം എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല പറയല്ലേ, എന്ന് വെച്ചാൽ ടഫ് അല്ല, ഈസി അല്ല, രണ്ടിന്റെ ഇടയിലുള്ള ഒരു സിറ്റുവേഷൻ അല്ലെ? അതുപോലെയാണ് നമ്മുടെ അർദ്ധധാര്യ വസ്തു അഥവാ ട്രാൻസ്ലൂസന്റ് എന്ന് പറയുന്നത്. അലോ സം ലൈറ്റ് റൂം, കുറച്ച് ലൈറ്റിനെ കടത്തിവിടും, എന്നാ ഫുൾ ആയിട്ട് കടത്തി വിടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ള ആളുകളാണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ്. ഇനി അടുത്തതാണ് ഒപ്പാക്ക്. ഒരു രക്ഷയില്ല, അധാര്യ വസ്തുക്കളാണ്. ഒരു രക്ഷയില്ല, എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ കടത്തി വിടില്ല. അല്ലോ നോ ലൈറ്റ് റൂ, അതിലൂടെ ഒരു ലൈറ്റും കടത്തി വിടാത്ത ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അധാര്യ വസ്തുക്കൾ. 3 പോയിന്റ് കിട്ടിയോ? ഈ 3 പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾ അത് ക്ലാസിഫൈ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ഇതാ നോക്കൂ, ഈ ഒരു സാധനം നോക്കടാ, ഈ പിക്ചർ നോക്കുക, ഇത് കൂടെ നോക്കിയാ, ഈ ജനലിൽ കൂടെ നോക്കി ഇങ്ങനെ എന്ത് കാണാം? അടിപൊളിയായിട്ട് പുറത്ത് നടക്കുന്ന എല്ലാ കാഴ്ചകളും കാണാം. അപ്പൊ അത് ട്രാൻസ്പെറന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്നാൽ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. ഇത് കൂടെ നോക്ക്, ആ കാഴ്ച ഫുള്ളായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, ഒരു മങ്ങിയ പോലെ, പകുതിയുണ്ട് പകുതി ഇല്ലാത്ത അവസ്ഥ അല്ലെ? ഇതാണ് ട്രാൻസ്ലൂസന്റ്. പ്രകാശം തീരെ കടത്തിവിടാത്താണ് ഒപ്പാക്ക്. കണ്ടോ, ഒപ്പാക്ക് നോക്കൂ, ഒന്നും കാണുന്നില്ല അല്ലെ? നമ്മളിങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ എന്താ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതെന്താ നമുക്ക് പറയാൻ പറ്റുക? അതാണ് ഒപ്പാക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ, ഇറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്. ഒബ്ജക്ട് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി വിടുകയാണെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ലൂസന്റ് എന്ന് പറയാം. ആൻഡ് ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്, ഒരു ലൈറ്റിനെയും കടത്തി വിടുന്നില്ലെങ്കിൽ അതാണ് ഒപ്പാക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് കൂടെ നോക്കുമ്പോ ലൈറ്റ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, ഇതിലൂടെ പകുതിയെ കാണുന്നുള്ളൂ. ഇത് നോക്കടാ, ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആയിരുന്നു. ഇതിലെങ്ങനെയാ മക്കളെ നിങ്ങളൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കുക. ലൈറ്റ് കടത്തി വിടുന്നതും വിടാത്തതും പകുതി വിടുന്നതും വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ സിമ്പിൾ ആണ്. ഇതാ നോക്ക, വുഡൻ ഷീറ്റ്, നിങ്ങളൊരു മരപ്പലക എടുത്തിട്ട് ടോർച്ച് അടിച്ചു നോക്ക്, വല്ലതും നടക്കൂടാ? ഒന്നും നടക്കത്തില്ല, അത് കൂടെ ലൈറ്റേ പോവില്ല. ഒരു മരപ്പലക അല്ലെങ്കിൽ മരത്തിന്റെ തടിയില് നമ്മൾ എത്ര ലൈറ്റ് അടിച്ചാലും അപ്പുറത്തോട്ട് ആ ലൈറ്റ് എത്തോ? ഇല്ല. കാരണം എന്താ? അത് ഒപ്പാക്ക് ആണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ തടിപ്പലക നമ്മൾ കട്ട് ചെയ്തു. നെക്സ്റ്റ്, ഗ്രൗണ്ട് ഗ്ലാസ്, ഓയിൽ പേപ്പർ ഒക്കെ എന്താണെന്നറിയോ?
ട്രാൻസ്ലൂസന്റ് ആണ്. ഈ ഓയിൽ പേപ്പർ വരുമ്പോൾ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അതിൽ കുറച്ച് ഓയിലൊക്കെ ഇങ്ങനെ പരട്ടിയിട്ട് വെറുതെ ഒന്ന് ലൈറ്റ് ഒടിച്ചു നോക്കുക. ഫുൾ ലൈറ്റ് അതിലൂടെ പോയില്ല, പകുതി പോവും പകുതി പോയില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതേപോലെ റൗണ്ട് ഗ്ലാസ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ രണ്ടാളുകൾ, എണ്ണ പുരട്ടിയിട്ടുള്ള കടലാസും അതുപോലെ തന്നെ ഉരച്ച ഗ്ലാസും, രണ്ട് സാധനങ്ങളും എന്താ നമുക്ക് പറയാൻ പറ്റാ, ട്രാൻസ്ലൂസന്റ് ആണെന്ന് പറയാൻ പറ്റും. അർദ്ധധാരിയാണെന്ന് പറയാൻ പറ്റും. ഇത് അധാരി കേട്ടോ. ഇനി ലാസ്റ്റ് വൺ എന്തായിരുന്നു? ക്ലിയർ വാട്ടർ ഗ്ലാസ് ഷീറ്റ്. ക്ലിയർ വാട്ടറിൽ, തെളിഞ്ഞ വെള്ളത്തിൽ എന്റെ മക്കളൊന്ന് പോയിട്ട് ടോർച്ച് അടിച്ചു നോക്കുക, അടിപൊളിയായിട്ട് ലൈറ്റ് കടത്തി വിടും. സോ അതെന്താണ്? ട്രാൻസ്പെറന്റ് ആണ് അഥവാ സുതാര്യമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഗ്ലാസ് ഷീറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ. ഗ്ലാസ്സിലൂടെ ഒക്കെ പലപ്പോഴും നിങ്ങൾ പ്രകാശം വരുന്ന കണ്ടിട്ടില്ലേടാ? രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ചിലപ്പോ എന്താ, ആ ഗ്ലാസ്സിൽ കൂടെ സൺലൈറ്റ് വന്നിട്ടാണ് രാവിലെ അമ്മാ നേരം എടുത്ത് എണീക്കുക എന്ന് പറഞ്ഞ് എണീക്കുന്നല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് ട്രാൻസ്പെറന്റ് ആണ്, ലൈറ്റ് കടത്തി വിടുന്നു എന്നർത്ഥം. വിൻഡോസ് ഒക്കെ ട്രാൻസ്പെറന്റ് ആണ്, അതുകൊണ്ടാണ് രാവിലെ കഷ്ടപ്പെട്ട് നമുക്ക് 8-9 മണിയാകുമ്പോൾ എണീക്കേണ്ടി വരുന്നത് അല്ലേ. ഈ സൺഗ്ലാസ് ആണെങ്കിൽ ട്രാൻസ്ലൂസന്റ് ആണ്. ചിലപ്പോൾ സൺഗ്ലാസ് നോക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഒരു പകുതി വരെ കാണാനൊക്കെ പറ്റും അല്ലെ. ഇനി ബാക്ക് പാക്ക്, നമ്മളൊരു ബാഗോ അല്ലെങ്കിൽ ഒരു മരപ്പലകയോ എന്തോ കൺസിഡർ ചെയ്തോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ കൺസിഡർ ചെയ്തോ, നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ മുകളില് നമ്മുടെ മിസ്സിന്റെ മെയ്ത്ത് ലൈറ്റ് അടിച്ചു നോക്കി എന്താ അവസ്ഥ? മിസ്സിന്റെ മെയ്ത്ത് ഇപ്പൊ ലൈറ്റ് അടിച്ചിട്ടുണ്ട് ബാക്കിൽ നിന്ന്. വരുന്നുണ്ട് അപ്പുറത്തോട്ട്? ഇല്ല, കാരണം നമ്മൾ ഒപ്പാക്ക് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കേസാണ് നമുക്ക് ഇതിൽ പഠിക്കാൻ വേണ്ടിയുള്ളത്. എന്താണ് ട്രാൻസ്പെറന്റ്, എന്താണ് ട്രാൻസ്ലൂസന്റ്, എന്താണ് ഒപ്പാക്ക്, അത് എന്തായാലും പഠിക്കണം. എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എനിക്ക് എക്സാമിൽ മാറി മാറി തന്ന് ക്ലാസ് ഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കാം, ടോപ്പിക് പഠിച്ചു വെക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ, സീ യു മക്കളെ, ബൈ.